ഹലോ ഗൈസ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ മൂവി കണ്ടിരിക്കുകയാണ്. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഡിജോ ജോസ് ആണ് സംവിധാനം. നമുക്ക് ഡിജോ ജോസിന്റെ സിനിമകളെ പറ്റി നമുക്കറിയാം. കൂടുതലും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ ഇതിന്റെ ടീസറൊക്കെ വന്ന സമയത്ത് എനിക്കൊരു കോമഡി ടൈപ്പ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ടീസറിൽ നമുക്ക് കൂടുതലും നിവിൻ പോളിയുടെ കുറച്ച് കോമഡി ബൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ ആ സമയത്തും എനിക്ക് എന്തെങ്കിലും ഒരു ലഹളയും കാര്യങ്ങളും ബൈറ്റ്സ് ഒക്കെ വരുന്ന അതിനകത്ത് ആ സീസണിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. എന്തായാലും സിനിമ കണ്ടു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എനിക്കത് ഒട്ടും ഒരു തരത്തിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. കാര്യം അതിനകത്ത് കോമഡി രംഗങ്ങളായാലും അതിൻ്റെ പാട്ടുകളും എനിക്ക് അത്ര വലിയ ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല. ഒരിക്കലും ഒരു തരത്തിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എനിക്ക് അതിൽ പിന്നെയും കുറച്ചൊക്കെ പിടിച്ചു തന്നത് നിവിൻ പോളിയുടെ ആ ഒരു ഇതിൽ സീൻ കാരണമാണ്. എനിക്ക് ധ്യാൻ ശ്രീനിവാസന്റെ സീൻസ് ഒന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ജോസ് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പൊളിറ്റിക്കൽ കാര്യങ്ങൾ തന്നെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലും കുറച്ച് അങ്ങനെ പാർട്ടി മറ്റും നമ്മുടെ കേരളത്തിലെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ രീതിയിലൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ വലിയൊരു കണ്ടന്റ് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. വലിയൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലാണ് സിനിമയെ പറ്റി തോന്നിയിട്ടുള്ളത്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആകട്ടെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ക്ലൈമാക്സ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു പോരായ്മ സെക്കൻഡ് ഹാഫിന് കുറച്ച് ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിലും ടോട്ടലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കാര്യം ആ ഒരു സംസാരിച്ച വിഷയം, ആ ഒരു കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണ്ടന്റ്, വളരെ റെലവൻ്റ് ആയിട്ട് കണ്ടന്റ് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ സംസാരിച്ചിരിക്കുന്നത്. വളരെ നമുക്ക് അത്രയും കുറച്ച് സമയത്തൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി കുറച്ച് കണക്ട് ആയ ഒരു സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ നിവിൻ പോളി ആവട്ടെ, പിന്നെ അതിനകത്ത് പാകിസ്ഥാനി ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, പിന്നെ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി എന്ന് തന്നെ പറയണം. എങ്കിലും അത്യാവശ്യം നമുക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ തന്നെയാണ്. ഒട്ടും മോശം എന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. എന്തായാലും സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊരു ആവറേജ് ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്നാലും നിങ്ങളോട് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം സെക്കൻഡ് ഹാഫിൽ ആ ഒരു കണ്ടന്റ് വളരെയധികം റെലവൻ്റ് ആയിട്ട് കണ്ടിട്ടാണ്. എനിക്കത് വീണ്ടും വീണ്ടും പറയണം. കാരണം അത്രത്തോളം റെലവൻ്റ് ആയിട്ട് കണ്ടന്റ് തന്നെയാണ് അവർ സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് മാത്രം അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് മാത്രം വിലയിരുത്തിയിട്ട് പറയുന്നതിൽ ശരിയല്ലല്ലോ. ടോട്ടലി ഉള്ള കാര്യം എനിക്ക് ടോട്ടലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.